ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റവയും പാലും വെച്ചിട്ട് വളരെ പെട്ടെന്ന് 15 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാകും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരം തയ്യാറാക്കി എടുക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായി ബോളുകളാക്കിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉരുട്ടാൻ പ്രയാസമായിട്ട് തോന്നുവാണെങ്കിൽ ആദ്യം ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചെറിയ ബോളുകളാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ്. ഇനി അഥവാ ഇതിൽ ചെറിയ ക്രാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട, അത് നമ്മൾ പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. നമ്മളിനി ഇത് പാലിലേക്ക് ഇടുമ്പോൾ പൊടിഞ്ഞൊന്നും പോകത്തില്ല. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതേ രീതിയിൽ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സെയിം പാൻ തന്നെ കഴുകിയിട്ടൊന്നുമില്ല, അതിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതായിപ്പോൾ നമ്മൾ 2ാമത്തെ കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളറിലുള്ള ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരെ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ റവയും പാലും ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരം തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. കോൺഫ്ലവറിന് പകരം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കോൺഫ്ലവറൊക്കെ ചേർത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് ഈ മിക്സ് കുറുകി കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് കുറുകുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. അതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒരുപാട് അങ്ങ് കുറുകി പോയി കഴിഞ്ഞാൽ പിന്നെ തണുക്കുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് തിക്കായി പോവും. അപ്പോൾ ഇതേ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് തണുക്കുമ്പോഴത്തേക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് ആ ബോളും അതിൻ്റെ കൂടെ ജ്യൂസും കൂടെ ഒക്കെ എടുത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ ഒരു രീതിയിലായപ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.